കേരളത്തെ പിടിച്ചുകുലുക്കിയ യുവനടിയെ ആക്രമിച്ച കേസിൽ അന്തിമവാദം ഇന്ന് തുടങ്ങുകയാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ. അതിസങ്കീർണ നാടകീയ സംഭവങ്ങളിലൂടെയാണ് ഈ കേസിൻ്റെ അന്വേഷണം കടന്നുപോയത്. കേസിൻ്റെ നാൾവഴികളിലൂടെ ഒരു മടക്കയാത്ര. 2017 ഫെബ്രുവരി 17 അങ്കമാലി അത്താണിക്ക് സമീപം ഓടിക്കൊണ്ടിരുന്ന കാറിൽ യുവനടി ആക്രമിക്കപ്പെട്ടു. കേരളം ഞെട്ടിയ വാർത്ത. ഫെബ്രുവരി 23 കേസിലെ മുഖ്യപ്രതി പൾസർ സുനി അറസ്റ്റിൽ. ആദ്യഘട്ടത്തിൽ പ്രതി ചേർക്കാതിരുന്ന നടൻ ദിലീപിനെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ജൂലൈ 10 അറസ്റ്റ് ചെയ്തു. പിന്നാലെ ദിലീപിനെ താരസംഘടന അമ്മയിൽ നിന്ന് പുറത്താക്കി. 85 ദിവസത്തിനു ശേഷം 8ാം പ്രതി ദിലീപിന് ജാമ്യം. ദിലീപും പൾസർ സുനിയും ഉൾപ്പെടെ കേസിലാകെ 15 പ്രതികൾ. ആക്രമിക്കപ്പെട്ട നടിയോട് ദിലീപിന് മുൻവൈരാഗ്യമുണ്ടായിരുന്നുവെന്നും ഇതേ തുടർന്നാണ് കൃത്യം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. നവംബറിൽ കുറ്റപത്രം സമർപ്പിച്ചു. 2020 ജാനുവരി 30 വിചാരണ തുടങ്ങി. സാക്ഷി വിസ്താരം പൂർത്തിയായത് 4.5 വർഷം കൊണ്ട്. ആകെ വിസ്തരിച്ചത് 261 സാക്ഷികളെ. ഹാജരാക്കിയത് 1600 രേഖകൾ. സിനിമാ കഥയെ വെല്ലുന്ന ട്വിസ്റ്റുകളായിരുന്നു കേസിലുടനീളം. ദിലീപിനെതിരെ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ, പീഡന ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് ചട്ടവിരുദ്ധമായി തുറന്നു പരിശോധിച്ചത്, ദിലീപിനെതിരായി മൊഴി നൽകിയ ചില താരങ്ങളുടെ മൊഴിമാറ്റം, വിചാരണ കോടതി ജഡ്ജിക്കെതിരെ അതിജീവിത രംഗത്തെത്തിയത്, സത്യസന്ധമായ നടപടികൾക്ക് വേണ്ടി അതിജീവിതയ്ക്ക് ഒടുവിൽ രാഷ്ട്രപതിയെ വരെ സമീപിക്കേണ്ടി വന്നു. ഏറെ ചർച്ചയായ ഈ കേസ് സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഹേമ കമ്മിറ്റിയെ നിയോഗിക്കാൻ സർക്കാരിനെ പ്രേരിപ്പിച്ചു. ഇനി കേസിൽ അന്തിമവാദം. റിസർച്ച് ഡെസ്ക് 24. ഇതിനെപ്പോലെ നമ്മൾ ഒരുപാട് പ്രേക്ഷകർ പറയുന്ന ഒരു കാര്യമുണ്ട്, അതിജീവിതയ്ക്ക് നീതി കിട്ടട്ടെ. ഇത് തന്നെയാണ് നമുക്കും പറയാനുള്ളത്.